ചിങ്ങപ്പുലരിയിൽ ഭക്തിയിൽ ആറാടുകയാണ് സന്നിധാനം. ശക്തമായ മഴ സന്നിധാനത്തും പമ്പയിലുമൊക്കെ തന്നെ ഉണ്ട്. ആ പ്രകൃതി സമ്മാനിക്കുന്ന മഴയേക്കാൾ എത്രയോ വലുതാണ് അയ്യപ്പന്മാരുടെ മനസ്സിൽ നിന്നുയരുന്ന ഭക്തി എന്ന മഴ എന്ന് കാണിക്കുന്നതാണ് ഈ തിരക്ക്. സന്നിധാനത്ത് മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഓരോ ഭക്തന്മാരും ദർശനം പൂർത്തിയാക്കുന്നത്. രാത്രി 12 മണി മുതൽ തന്നെ ഫ്ലൈ ഓവറും അതുപോലെ തന്നെ താഴെ തിരുമുറ്റവും നടപ്പന്തലും എല്ലാം തന്നെ നിറഞ്ഞിരുന്നു. ആ നിറഞ്ഞ ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. ഒട്ടേറെ ഭക്തന്മാർ സന്നിധാനത്ത്, ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരടക്കം തന്നെ ഒട്ടേറെ ഭക്തന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നു. കുഞ്ഞയ്യപ്പന്മാരുണ്ട്, ഗുരുസ്വാമിമാരുണ്ട്. അവർക്കെല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്: ചിങ്ങപ്പുലരിയിൽ അയ്യപ്പ ദർശനം പൂർത്തിയാക്കുക, സ്വാമി വിഗ്രഹത്തിന് മുന്നിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മുഴക്കുക. അത് ഒരു ദർശന പുണ്യമായി കരുതാം. അടുത്ത ഒരു വർഷം ഒരു മികച്ച വർഷമായി മാറാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി വന്നിട്ടുള്ള ഭക്തന്മാരാണ് ഇവരെല്ലാവരും തന്നെ. ഫ്ലൈ ഓവർ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. 12-ാം പടിക്ക് താഴെയായാലും 12-ാം പടിക്ക് മുകളിലായാലും അതുപോലെ തന്നെ നടപ്പന്തലായാലും അതിന് എല്ലാം തന്നെ എല്ലായിടത്തും തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ്. പുലർച്ചെ 5 മണിക്ക് മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ശ്രീകോവിൽ നട തുറന്നു. ആ സമയത്ത് മുതൽ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ആ ഭക്തി ഗാനം കേട്ട സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പമ്പയിൽ സ്നാനം ഇക്കുറി നടത്തരുത് എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കാര്യം പമ്പയിൽ കുത്തൊഴുക്കാണ്, വലിയ രീതിയിൽ ജലം ഒഴുകിയെത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിൽ ഭക്തന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ, പമ്പയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ, നല്ല മഴ, അത്യാവശ്യം നല്ല മഴയുണ്ട്. മഴയൊന്നും നമ്മുടെ ഭക്തിക്ക് മുന്നിലൊന്നും അല്ലേ, ഒന്നുമില്ല. അന്നേരം നമുക്ക് അയ്യപ്പനെ കാണുമെന്ന് വലിയ ഭാഗ്യം തന്നെയല്ലേ. അയ്യപ്പനാണ് വികാരം അയ്യപ്പനാണ്. എത്ര നേരം കാത്തു നിന്ന്? ഇല്ല, ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തേത് കഴിക്കണം. അത് തന്നെയാണ്. ഇപ്പം മഴയാണെങ്കിലും 2ഉം 3ഉം തവണയൊക്കെ വന്ന് കണ്ട് അയ്യപ്പനെ കണ്ട് മടങ്ങുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി എത്തുന്ന ആൾക്കാർ, അങ്ങനെ ദർശന പുണ്യം പൂർത്തിയാക്കുന്ന ആൾക്കാരൊക്കെ തന്നെയുണ്ട്. വലിയ അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെയാണ് സന്നിധാനത്തുള്ളത്, ചിങ്ങപ്പുലരിയിലുള്ളത്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.